ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെയാണ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് യൂസ് ചെയ്ത് എൻട്രി എടുക്കാവുന്നതെന്ന് നോക്കാം. അതിന് ഫസ്റ്റ് വേണ്ടത് ഒരു ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി സ്വീപ്പ്. ഇവിടെ ഞാൻ 1 hour ആണ് ഹയർ ടൈം ഫ്രെയിമായിട്ട് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് വേണം യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ 1 hourൽ നമുക്ക് എന്ത് വേണം, ഒരു ലോയോ ഹൈയോ അല്ലെങ്കിൽ എഫ്ഇജി എന്ത് സ്വീപ്പ് ചെയ്യണം. ഇവിടെ നമുക്ക് 1 hourൽ ലോ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ 5 minutesോട് സ്വിച്ച് ചെയ്തിട്ട് അവിടെ ഒരു മാർക്കറ്റിലെ സ്ട്രക്ചർ ഷിഫ്റ്റ് വന്ന് നോക്കുക. അല്ലെങ്കിൽ MSS അല്ലെങ്കിൽ BOS രണ്ടും സെയിം തന്നെയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു MSS സഹായിച്ച ഒരു എഫ്ഇജിയോ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു OB എഫ്ഇജി എന്തെങ്കിലും അതിൻ്റെ അടുത്തായിട്ടുണ്ടോ നോക്കുക. അപ്പോൾ ഇവിടെ നോക്കി കാണാൻ പറ്റും ഓൾമോസ്റ്റ് ആ ഒരു ബ്രേക്കറിൻ്റെ അവിടെ ആ ഒരു MSSൻ്റെ അവിടെ ഒരു എഫ്ഇജി ഇല്ല. പക്ഷേ ഇവിടെ തൊട്ട് താഴെയായിട്ട് ഒരു എഫ്ഇജി ഉണ്ട്, അതിൻ്റെ തൊട്ട് താഴെ വേറൊരു എഫ്ഇജി ഉണ്ട്. അങ്ങനെ നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 2-3 എഫ്ഇജിയുടെ ഫൈൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഫിബ് യൂസ് ചെയ്തിട്ട് ആ ഒരു എഫ്ഇജി ഒക്കെ ഏത് ലെവലിലാണെന്ന് നോക്കി, ഡിസ്കൗണ്ടിലാണോ പ്രീമിയത്തിലാണോ എന്ന് നോക്കി, ആ ഒരു ബൈ ആണ് നോക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ടിലുള്ളതിനെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൽ നിങ്ങൾ നിൽക്കണമെന്നില്ല. ഓൾമോസ്റ്റ് ഒരു MSS കിട്ടിയോണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ റീസെൻ്റ് ആയിട്ടുള്ള എഫ്ഇജി തന്നെ എൻട്രി നോക്കാം. അത് ഓൾമോസ്റ്റ് ആ 50ൻ്റെ താഴെ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 1:2 ടാർഗറ്റ് വെച്ച് ഈസി ആയിട്ടൊരു ടാർഗറ്റ് എൻട്രി നമുക്ക് അവിടെ നിന്നൊരു ടാർഗറ്റ് കിട്ടാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു MSS യൂസ് ചെയ്ത് ഇങ്ങനെ എൻട്രി നോക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു 1 hour തന്നെ ഒരു സെൽ എൻട്രി കൂടെ നമുക്കിവിടെ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കി കാണാൻ പറ്റും മാർക്കറ്റ് ആ ഒരു ഹൈനെ സ്വീപ്പ് ചെയ്തു. ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു 5 minutesോട് സ്വിച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടേണ്ടത്, നമുക്കൊരു MSS വേണം അല്ലെങ്കിൽ ഒരു എഫ്ഇജി വേണം. ആ ഒരു MSS തന്നെ നമുക്കൊരു എഫ്ഇജി കൂടെ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കി കാണാൻ പറ്റും ആ ഒരു ലോ ഉണ്ട്. ആ ലോയിനെ മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്, എന്ന് വെച്ചാൽ ഒരു എഫ്ഇജിയോടെ തന്നെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് താഴോട്ട്. സോ നമ്മൾ ആ ഒരു MSS എന്നാണ് എൻട്രി പ്ലാൻ ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഹൈ വരെ റീസെൻ്റുള്ള ഹൈ വരെ സ്റ്റോപ്പ് ലോസ് വെച്ച് ഓൾമോസ്റ്റ് ഒരു 1:2 ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ 1:2 ടാർഗറ്റ് അല്ലെ RR റേഷ്യോ നിങ്ങൾ മാത്രം പ്രിഫർ ചെയ്തിരിക്കും. കാരണം ഓരോരുത്തർക്കും ഓരോ RR റേഷ്യോ ആയിരിക്കും. അവർക്ക് എങ്ങനെയാണോ വർക്കൗട്ട് ആവുന്നത്, അല്ലെങ്കിൽ അവരുടെ മെത്തേഡ് എത്രത്തോളം ഏത് RR വർക്കൗട്ട് അത് മാത്രം അവർ യൂസ് ചെയ്യുക. അല്ലാണ്ട് ഒരിക്കലും ഒരാൾ യൂസ് ചെയ്യുന്നുണ്ട് ഇത് എൻ്റെ പ്രിഫറൻസ് ആണ്. ഞാൻ എപ്പോഴും മോസ്റ്റ്ലി 1:2 ആണ് ടാർഗറ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് 4 hour ആണെന്ന് നോക്കാം, ഹയർ ടൈം ഫ്രെയിം ഏത് ടൈം ഫ്രെയിമിൽ നോക്കാം. സോ 4 hour 50 minutes എന്ന അലൈൻമെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും അവിടെ 4 hourൽ ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ശേഷം നമുക്കൊരു MSS വന്നു, അതിൻ്റെ കൂടെ തന്നെ ഒരു എഫ്ഇജി വന്നു. ആ ഒരു എഫ്ഇജിയിൽ എൻട്രി വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണെങ്കിലും അത് ട്രിഗർ ആകുന്നുണ്ട്. ശേഷം 1:2 ടാർഗറ്റ് ഈസി ആയിട്ട് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ചാർട്ടിൽ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെക്കുക, എല്ലാ പേഴ്സിലും ഒക്കെ ട്രൈ ചെയ്ത് വെക്കുക എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന്. എന്നിട്ട് നിങ്ങളുടെ ഒരു പ്ലാൻ ഇത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. ഇത് മാത്രം നോക്കി എപ്പോഴും ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾ പേഴ്സണലായിട്ടൊരു എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് ഏതാണോ വർക്ക് ആകുന്നത് അത് മാത്രം യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പം വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ അല്ലെങ്കിൽ വീണ്ടും ഒരു ടോപ്പിക്കായിട്ട് കാണുന്നവരെ ബൈ.